ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയെ പറ്റിയാണ്. അതായത് ഏതെങ്കിലും മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി. നിങ്ങൾ ഏതെങ്കിലും നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരോ PSC അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ SSC നടത്തുന്ന ഏതെങ്കിലും മത്സര പരീക്ഷകൾക്ക് അപേക്ഷ അയച്ചിട്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക്, സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ റെയിൽവേ ഇവയിൽ ഏതെങ്കിലും മത്സര പരീക്ഷകൾക്ക് വേണ്ടി അപേക്ഷിച്ചതിന് ശേഷം തയ്യാറെടുക്കുന്നവർക്കോ വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി. ഇതിനുള്ള അർഹതാ മാനദണ്ഡങ്ങൾ എന്തെന്ന് വെച്ചാൽ അപേക്ഷകർ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. പിന്നീട് ഇതിൽ 2 വിധത്തിലുള്ള ഫോമുകളുണ്ട്. അതായത് ഒന്നൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോം, നമ്മൾ ഈ പരീക്ഷയ്ക്ക് പങ്കെടുക്കുകയാണെന്നുള്ളത് ഉള്ള ഒരു ഫോം. അതിനുശേഷം നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സ്ഥാപന മേധാവിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഫോം. ഈ 2 ഫോമുകളും നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അതിനുവേണ്ടി നമ്മൾ ഗൂഗിളിൽ employment.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നിന്ന് എംപ്ലോയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് ടു വർക്ക് സ്കീം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ട് താഴെ അപ്ലൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പദ്ധതിയെ പറ്റിയുള്ള ഒരു ആമുഖവും യോഗ്യതാ മാനദണ്ഡങ്ങളും അടങ്ങിയ ഒരു പേജ് വരും. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. അതായത് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന രേഖകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം താഴെ കാണുന്ന ഐ കൺഫേം എന്നുള്ള ബട്ടൺ ആക്റ്റീവ് ആക്കുക. പിന്നീട് പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റിലെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. പിന്നീട് വരുന്ന വിൻഡോയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് ടു വർക്ക് സ്കീം എന്നുള്ള അതിന് തൊട്ട് താഴെയായി കാണുന്ന ബോക്സിലാണ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. അതിനുശേഷം ചെക്ക് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രകാരം നമ്മുടെ പേര്, രക്ഷകർത്താവിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ളത് കാണിക്കുന്ന ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇതിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാവുന്നതാണ്. ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യുക. അതായത് ആനുവൽ ഇൻകം എന്നുള്ളിടത്ത് നമ്മുടെ വരുമാനം എത്രയാണോ അത് ഫില്ല് ചെയ്ത് നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകിയതായിരിക്കണം. അതിന് തൊട്ട് താഴെയായി കാണുന്നിടത്ത് നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് സെലക്ട് ചെയ്ത് നൽകുക. അതിൻ്റെ തൊട്ടടുത്ത ബോക്സിലായിട്ട് നിങ്ങൾ എന്തിനാണോ തയ്യാറെടുക്കുന്നത്, അതായത് ഏത് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ളത്, അതായത് ഏതെങ്കിലും സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാം ആണോ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. കോമ്പറ്റീറ്റീവ് എക്സാം ആണ് സെലക്ട് ചെയ്തതെങ്കിൽ തൊട്ട് താഴെയുള്ള ബോക്സുകൾ ഫില്ല് ആവാത്ത സ്ഥലങ്ങൾ ഫില്ല് ചെയ്ത് നൽകുക. പിന്നീട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആദ്യത്തെ കോളത്തിൽ അക്കൗണ്ട് നമ്പർ, പിന്നീട് IFSC കോഡ്, ബാങ്ക് നെയിം, ബ്രാഞ്ചിൻ്റെ പേര് എന്നിവ നൽകുക. അതിന് തൊട്ട് താഴെയായി കാണുന്ന ആധാർ നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മളുടെ 12 അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകും ആധാർ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് കാണിക്കും. അതായത് ആധാർ വെരിഫൈ ആയി എന്നുള്ളതാണ്. നമ്മൾ നൽകിയിരിക്കുന്ന അക്കൗണ്ട് നമ്പരും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം തൊട്ട് താഴെയായി കാണുന്ന ബട്ടൺ ആക്റ്റീവ് ആക്കുക. എന്നിട്ട് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നൽകിയ നമ്മുടെ പേരും ഫോൺ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം കാണിക്കുന്ന ടെമ്പററി ID കൂടിയ ഒരു പേജ് സ്ക്രീനിൽ തെളിഞ്ഞ് കാണാം. ടെമ്പററി ID എഴുതി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അഥവാ നമുക്ക് നെറ്റോ മറ്റോ കട്ടാവുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് ആപ്ലിക്കേഷനകത്ത് വീണ്ടും കയറാവുന്നതാണ്. അതിന് തൊട്ട് താഴെ അപ്ലോഡ് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് നമ്മുടെ അഡ്രസ് പ്രൂഫ്, ഏജ് പ്രൂഫ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, വരുമാന സർട്ടിഫിക്കറ്റ് ഇവ തൊട്ട് താഴെയായി അപ്ലോഡ് ചെയ്ത് നൽകുക. അഡ്രസ് പ്രൂഫ് എന്ന് പറയുമ്പോൾ ആധാറിന് നമ്മുടെ കറക്റ്റ് അഡ്രസ്സ് ആണെങ്കിൽ ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഏജ് പ്രൂഫിന് നമ്മുടെ SLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് എന്നുള്ളിടത്ത് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങുന്ന സാക്ഷ്യപത്രമാണ് അപ്ലോഡ് ചെയ്ത് നൽകുന്നത്. സെൽഫ് ഡിക്ലറേഷൻ ഫോം എന്നുള്ളത് നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ഫയലുകളും 100 KB താഴെയായിരിക്കണം. ഫോട്ടോയും സിഗ്നേച്ചറും ഒഴിച്ച് ബാക്കിയെല്ലാം PDF ഫയലായിരിക്കണം. എല്ലാ ഫയലുകളും അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഹോം പേജിൽ വന്ന് ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് ടു വർക്ക് സ്കീം എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിന് തൊട്ട് താഴെയായി വരുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പരോ ടെമ്പററി ID ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത ചെക്ക് സ്റ്റാറ്റസ്
ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ പറ്റും. അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. ഇത്രയുമാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള രീതികൾ.